വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും കിച്ചുവിനെ കുറിച്ചിട്ടല്ല, രേണുസുധിയെ കുറിച്ചിട്ടല്ല. അവരെ കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവരുടെ ഒരു പേഴ്സണൽ ലൈഫും ഇപ്പോൾ രോഗാതുരമായിട്ടുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഒരു സങ്കടത്തിൻ്റെ മുഖവും വെച്ച്, എണ്ണമയമുള്ളൊരു സങ്കടത്തിൻ്റെ മുഖവും വെച്ചിട്ട് എന്തിനാണ് ചില ജീവിതങ്ങളിങ്ങനെ നാശമാക്കാൻ വേണ്ടിയിട്ട് ചില ആങ്കേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്കൊരു ലജ്ജയുമില്ലേ? നോക്കൂ, ഇന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഒരു ആങ്കറിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ആദ്യ അവസാനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ റീലും രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ആ സ്ത്രീയുടെ ഭർത്താവിലെ ആദ്യ മകനെ കുറിച്ചിട്ടാണ്. അത് നമ്മുടെ കിച്ചു എന്നാണ് അവൻ്റെ പേര്, സുധിയുടെ മകൻ. അവനെതിരെയാണ് ഈ ടാർഗറ്റ് മുഴുവൻ. എന്താണ് അവനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിൽ റീച്ച് ഉണ്ടാവുമെന്നോ ആളുകൾ ഇതെടുത്തിട്ട് അലക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വളരെ മോശമായി പോയി. നിലവിൽ ഇവർ സംസാരിക്കുന്നത് രേണുവിൻ്റെ അസുഖത്തെക്കുറിച്ചിട്ടാണ്. എത്ര നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവാം. പക്ഷേ അതെല്ലാം ഒഴിവാക്കിയിട്ട് കിച്ചു എന്ന് പറയുന്ന ആ ഒരു പാവം പയ്യനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആ ഇൻ്റർവ്യൂ മുഴുവൻ നടത്തിയെന്ന് പറയാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, 2 പേര് നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ 2 പേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നത് സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം ഇത്രയധികം വൈറലായത്. ഇത്രയൊന്നും ഒരു പക്ഷേ കാലം ഇങ്ങനെ വൈറലായിരുന്നില്ല ആ ഒരു മനുഷ്യനൊക്കെ പറയുന്നു വരും. ഈ വീഡിയോ തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു 3-4-5-6 വീഡിയോസ് കാണിച്ചു തരാം. ഇതേ ഇൻ്റർവ്യൂവർ തന്നെയാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അവർ പരിപൂർണമായിട്ടും രേണുസുധിയെക്കുറിച്ചിട്ടോ ഒന്നുമല്ല, അനാവശ്യമായിട്ട് രേണു എന്ന് പറയുന്ന ആ പാവം സ്ത്രീയെ ട്രിഗർ ചെയ്തിട്ട് അവരെ കൊണ്ട് ആ ഒരു മകനെതിരെ സംസാരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പം തന്നെ തുടക്കത്തിൽ രേണുവിൻ്റെ ചേച്ചിയാണ് സംസാരിക്കുന്നത്. അതും ആ ഒരു പാവം പയ്യനെ കുറിച്ചിട്ടാണ്. എന്നാൽ നമ്മൾ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും പ്രതികരിക്കുന്നേയില്ല. ഏത് 1-2 വീഡിയോ ചെയ്തെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവന് ഒരു പ്രതികരണവുമില്ല. പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നു. വെറുതെ തൻ്റെ പേഴ്സണൽ ജീവിതം നാട്ടുകാർക്ക് അലക്കാനിട്ട് കൊടുക്കണ്ട എന്നാണ് ആ പയ്യൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ അവിടെ കിടക്കട്ടെ. അടുത്ത ഒരു വീഡിയോ നോക്കൂ, ഇതിലങ്ങനെ തന്നെയാണ്. ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല. ശരി, ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തത് എങ്ങനെ? ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിക്കും. കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇവൻ ഇങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ പിള്ളേര് കുഞ്ഞാ, അത് മഴ സീസൺ ആയിരുന്നു അന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അന്നേരം ഈ പിള്ളേര് വീട്ടിൽ അതെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇടുക എന്തോ ചെയ്ത് അന്നേരമായിരുന്നു കിച്ചു വന്നപ്പം അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത്. നമുക്ക് പറഞ്ഞപ്പോ ഞാൻ അന്നേരം കിച്ചുവിന് ഞാൻ ഓർത്ത് എന്നാ ഇവ ശ്രദ്ധിച്ചു കാണത്തില്ല. ഇവ ശ്രദ്ധിക്കാതെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിചാരിച്ചു കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. സംഗതി എന്താണെന്ന് മനസ്സിലായോ? ഈ കിച്ചു എന്ന് പറയുന്ന പയ്യൻ രേണു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സുധിച്ചേട്ടന് കിട്ടിയ ചില അവാർഡുകളും മറ്റൊക്കെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഒരു കട്ടിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്ന ആ മകൻ അത് കൃത്യമായിട്ട് വീഡിയോ എടുക്കുകയും നാട്ടുകാർക്ക് കാണിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ ട്രോഫികളൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള അമ്മ കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിലാണ് അവനത് കാണിച്ചെന്ന് പറയുന്നു. അവനങ്ങനെ കാണിച്ചതിൽ നമുക്ക് അവന് കുറ്റം പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ? ഒരു കുറ്റം പറയാൻ കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയും ഇവർക്ക് അവനെതിരെ തന്നെയാണ്. അടുത്തതും അവന് തന്നെയാണ്. അതുതാ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിന്റെ ആവശ്യപ്രകാരമാണ്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം ആ സമയത്ത്. എന്തായാലും അതാണ്
ഇവരുടെ ഒരു വീഡിയോ കേട്ടോ. ഈ ഒരു വീഡിയോയും കൂടി കിച്ചു എന്ന് പറയുന്ന ആ ഒരു പാവം പയ്യനെതിരെയാണ് ഇപ്പോൾ ഈ രേണു എന്ന് പറയുന്ന ആളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാം, സംസാരിപ്പിക്കുകയാണ്. അവർ സംസാരിക്കുന്ന താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ട്രിഗർ ചെയ്യുകയാണെന്നേ. ഒരു പ്രത്യേക തരം ട്രിഗറിങ്ങാണ്. ആ ട്രിഗറിങ്ങിൽ ഈ പാവം സ്ത്രീ അതിൽ വീണ് പോവുകയാണ്. അടുത്തതും ഇതാ. അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അമ്മയെ ഋതപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതാണ് അടുത്തത്. അത് ഇവരുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. രേണു പറയുന്ന അവരുടെ നെയ്വലും ക്ലീവച്ചൊക്കെ കാണിച്ചിട്ട് പണം ഉണ്ടാക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഈ പറയുന്ന കിച്ചുവിന് എതിരായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അടുത്തതും ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പൊ ചിത്ര പറഞ്ഞു എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മളും മനുഷ്യരാണ്. നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല. മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചെടുക്കും. എന്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേന്നറിയാം. എപ്പോഴും പറയാൻ സുധിച്ചേട്ടൻ. കണ്ടില്ലേ? ഇതും ആ പാവ പയ്യനെതിരെയാണ്. ആ ഒരു ക്യാൻസറായി കിടക്കുന്ന ആ സ്ത്രീയെ ചോദ്യം ചോദിച്ച് പ്രലോഭിപ്പിച്ച് അവരാച്ച അങ്ങനത്തെ ഒരു പച്ചപ്പാവ സ്ത്രീ എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. പണ്ടെങ്ങാണ്ട് ഏതൊരു വീഡിയോയിൽ അവരെന്തോ വട കഴിക്കായിരുന്നു. ചേച്ചിയുടെ വട കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ എടാ എൻ്റെ വടയ്ക്ക് ഇത്ര തുളയില്ലടാ എന്നൊക്കെ രീതിയിൽ അങ്ങോട്ട് മറുപടി പറയുന്നൊരു സ്ത്രീയാണ്. എന്താണ് പറയുന്നത്, ഏത് സന്ദർഭത്തിലാണ് പറയണത് എന്നൊന്നും അവരാലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ക്യാൻസറാണ്. സമാധാനപരമായിട്ടിരിക്കുകയും സ്വൈര്യമായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന രീതിയിൽ അവരോട് ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ചോദിക്കായിരുന്നു അല്ലേ? അവരിപ്പോഴത്തെ ആരോഗ്യാവസ്ഥകളെ ചോദിക്കാം. അവർ ഈ അടുത്ത് കണ്ട സിനിമകളെ കുറിച്ചിട്ടോ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടോ അസുഖം കഴിഞ്ഞാലുണ്ടാകുന്ന അവരുടെ ഭാവി ജീവിതങ്ങളെ കുറിച്ച് എന്തൊക്കെ ചോദിക്കാം. പക്ഷെ അതൊന്നും ചോദിക്കുന്നില്ല. വീണ്ടും ഇതാ. കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെ ആ വീഡിയോയും ഇവർ ചോദിക്കുന്ന കൃത്യമായിട്ട് കിച്ചനെ കുറിച്ച് എന്തിനാന്നേ ആ ഒരു അവസരത്തിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച് സത്യം പറഞ്ഞാൽ ഇവരുടെ പേര് ചിത്ര എന്ന് എങ്ങാണ്ടാണ് ഇവരുടെ ഒരു പേര്, ഈ ആങ്കറുടെ പേര്. അവസാനം ഈ രേണുവിനെ കൊണ്ട് പറയിപ്പിച്ചു, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് പറയിപ്പിച്ചു. നോക്കൂ, ഇന്ന് വരെ എന്റെ നാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടായിരുന്നു. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അതിനെ വരെ എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നെ കോടതി. കണ്ടില്ലേ? ഇപ്പോഴെന്താ അവസാനമായിട്ട് പറഞ്ഞേ? ആ ഒരു പയ്യൻ്റെ മൊബൈൽ നമ്പറൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ പറയും ഇവരെ മൂത്ത മകനെന്നൊക്കെ പറയാം. മകൻ്റെ നമ്പർ ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ സംഗതികളൊക്കെ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി കുത്തി ചോദിച്ച് കിച്ചുവിനെതിരെയുള്ള ഒരു പ്രൊപ്പഗണ്ട നടപ്പിൽ വരുത്തുന്ന രീതിയിലൊക്കെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴോ സംതിങ് ഫിഷി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്ന് കമൻ്റ് അടിക്കണേ.